അല്ലെങ്കിൽ തൃശൂർ, അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ. ഞാൻ ഇവിടെ വെച്ച് ബഹുമാന്യ അമിത്ഷാജിയോട് അപേക്ഷിക്കുകയാണ്, ജയമല്ല പ്രധാനം, നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം. അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു, വഞ്ചിച്ചു. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. കേരളത്തിന്റെ ഈ പരിച്ഛേദത്തിന് തൃശൂർ ശക്തന്റെ അനുയായികൾക്ക്, അനുചരങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരു അപേക്ഷ കൂടി ശ്രീമാൻ അമിത്ഷാജിയുടെ മുന്നിൽ വെക്കാനുണ്ട്. കേരളം ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ? പാർലമെന്റിൽ അദ്ദേഹം വിന്റർ സെഷനിൽ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ബില്ലുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ. എന്റെ കയ്യിലുണ്ട് ആയിരക്കണക്കിന് കംപ്ലൈന്റുകൾ. BSNL നിന്ന് VRS എടുത്ത് 60 ലക്ഷം തുടങ്ങി 1.5 കോടി വരെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊണ്ടിട്ട് ഒരു ജനതയുണ്ട്. അത് നിങ്ങളുടെ ഭാഗമാണ്. ആ വിഭാഗത്തെ ആരാണ് വഞ്ചിച്ചത്? ഇവിടെ തൃശ്ശൂർ തന്നെ 2 കുടുംബങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട പണം കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമല്ല ഗോവിന്ദൻ സാറെ കളിച്ചത്, ദയയാണ്, കരുണയാണ്, കരുതലാണ്. എന്താ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ എന്താ നിങ്ങൾക്ക് എത്ര മടി? ഞാൻ ശ്രീ അമിത്ഷാജിയോട് അപേക്ഷിക്കുന്നു, കോഓപ്പറേറ്റീവ് ബാങ്കുകളെ ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമനങ്ങൾ പരീക്ഷ എഴുതി പ്രാപ്തിയുള്ളവൻ പാസ്സായി ആ ബാങ്കുകൾ നടത്തണം. കാരണം ഇന്നാട്ടിലെ ജനങ്ങളുടെ ചോരയാണ് അവിടെ പണമായിട്ട്. മുഖ്യമന്ത്രി എപ്പോഴും പറയും ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഇട്ട് ഓരോ പൈസയുടെയും താളുകളിൽ മനുഷ്യന്റെ ചോരയാണുള്ളത്, അവന്റെ നോവാണുള്ളത്, വേദനയാണുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വിഷുവിന്